ഹലോ ഇന്നത്തെ പരിപാടി ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. കൂടെ പോന്നോളി കാണിച്ചരാ. ആർക്ക് കേറാൻ വേണ്ടിട്ട് നമ്മളെയും കാത്തിക്കാണ് എന്റെ പൊരക്കാര് വന്നിട്ടുള്ള. വേറെ എടുക്കുമല്ലോ, ഒരുപാട് സ്നേഹമുള്ള എന്റെ ചോടിമച്ചിന്റെ ആർക്കാണ്. അതും കൊറോമ്പിലാക്കിൽ ഫാമിലിന്റെ ആദ്യത്തെ കുടുംബ സംഗമം. എന്റെ അമ്മച്ചിക്ക് 4 ഏട്ടത്തിമാരാണ് ഉള്ളത്. ഓലെ മക്കളും മക്കളൊക്കെ ആയിട്ടാണ് ഒന്നും ഇങ്ങോട്ട് വരാനുള്ളത്. വല്യാപ്പന്റെയും വല്യമ്മന്റെയും മരണശേഷം 16-ലുള്ള ഞങ്ങൾ തറവാട് വിറ്റതിന് ശേഷം വെറും വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിട്ട് ചുരുങ്ങി പോയി കേട്ടോ ഞങ്ങളെ കുടുംബം. അതിലൊരു മാറ്റം എന്തായാലും ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന്. എന്നാ പോന്നോളൂ. ഇവിടെ ഇത് ഏതായാലും മൈക്കും തിന്ന് കലാപരിപാടിക്ക് തുടക്കം കുറിച്ചു. പിന്നെ എല്ലാവർക്കും പരിപാടി അവതരിപ്പിക്കാനുള്ള ധൈര്യം കൊടുത്ത് എന്റെ അമ്മച്ചിയും കാക്കേ. ഏനിയത്തെ പരിപാടി എന്ന് പറയുന്നത് ഞമ്മക്കൊന്നൊരു ആവേശം കിട്ടണം. അതിന് വേണ്ടിട്ട് കുട്ടികളെ അങ്ങോട്ട് സ്റ്റേജുമ കയറ്റി. ഓലാണെങ്കിൽ ഒരേ പൊളി സ്റ്റേജുമേൽ ഡാൻസും പാട്ടുമായിട്ട് കളറാക്കി തന്നെ. ഇനിയാണ് ഞങ്ങളെ മെയിൻ പരിപാടി വരുന്നത്. ഞങ്ങൾ ഉപ്പമാരെയും ഒന്ന് ആദരിക്കുക. അതിന് വേണ്ടിട്ട് ഓരോരുത്തരെയും ക്ഷണിച്ച് നമ്മൾ സ്റ്റേജുമേലേക്ക് ഇരുത്തുകയാണ്. ഇനിയുള്ളതാണ് എന്റെ അമ്മച്ചി ഉപ്പച്ചി കേട്ടോ. നിങ്ങൾ കണ്ടില്ലല്ലോ, ഇതാണ് എന്റെ അമ്മച്ചി ഉപ്പച്ചിയും. ഓല സ്റ്റേജുമേൽ കയറ്റി ഇരുത്തിയിട്ട് ഞങ്ങൾ ഓരോ ക്ലാസ്സും പോരാത്തതിന് കുഞ്ഞോൻകാക്കന്റെ മോന്റെ വക ഒരു കിറാത്തും ഉണ്ടായിനെ. ഓൽക്കും സന്തോഷം, ഞമ്മക്കും സന്തോഷം. ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഉമ്മച്ചി ഓടി വന്നിട്ട് കാണിച്ചത്. ഇതാണ് ഞങ്ങളെ വായിച്ചു ഉമ്മച്ചിയും ഓലെ മക്കളും. അതങ്ങോട്ട് കയ്യും വലിയ പരിപാടി പിന്നെയും തുടങ്ങിട്ടോ. ഇവന്മാർ രണ്ടാളും പെർഫോമൻസ് പറ്റ മോശമാകേണ്ട കണ്ണടയും വെച്ച് സൈഡിൽ കട നിർത്തിക്കാൻ ഏസം നേരം വൈകിട്ടോ. ഉച്ചമുക്കാലായി പോയിക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഏതായാലും നല്ല മന്തിയും കടായി ചിക്കനും ഉണ്ടായി. പരിപാടിന്റെ കാര്യത്തിൽ പഞ്ച്വാലിറ്റി ഇല്ലെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല പഞ്ച്വാലിറ്റി ആണെന്ന് വന്നിട്ടുണ്ട് ഇവന്മാർ വന്നിട്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആരും ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാരും വേഗം വന്നിട്ട് പള്ളർച്ചടുത്ത് നിൽക്കുന്നിട്ടോ. എന്നാലേ ഈ പരിപാടി ഇങ്ങനെ ഉണ്ടാകാനും ഇത് വിജയിക്കാനൊക്കെ രണ്ടേ ആളുകളാണ് കേട്ടോ. കാരണം അത് ഞങ്ങളെ പെങ്ങന്മാരാണ്. ഓൾക്ക് ഞങ്ങളെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റും പോരാത്തതിന് പരിപാടി അവതരിപ്പിച്ചതും അവതരിപ്പിക്കാത്തതുമായിട്ടുള്ള മക്കൾക്കൊക്കെ ഈ ചങ്ങായിക്ക് ഒരു സമ്മാനം കൊടുത്തു നോക്കുമ്പോ ഇവനാണെങ്കിലും അത് കൊട്ടയിലിട്ടിട്ട് കൊണ്ടുവന്ന ഒരു പണിക്കാരനുമായി. പിന്നെ റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോഴാണ് സ്റ്റേജിന്റെ ഇവിടെ കൂടെ തിരക്ക് വന്നു വിട്ടത്. പുഡിംഗ് ആണ്. പിന്നെ അതുമായിട്ട് നിന്ന് കലാശക്കൊട്ട എന്നുള്ള രൂപത്തിൽ എന്റെ പെങ്ങളെ കയ്യിൽ അങ്ങോട്ട് മൈക്ക് കൊടുത്തപ്പോ ഓളൊരു പാട്ടങ്ങ് പാടി മക്കളോ. അതായിരുന്നു അവസാനത്തെ പരിപാടി. ഏതായാലും പിന്നെ ആരും മൈക്ക് എടുത്തിട്ട് പാടിയിട്ടൊന്നുമില്ലേ. വായിച്ചിന്റെയും ഉമ്മച്ചിന്റെയും മരണശേഷം ഞങ്ങൾ തറവാട് വെക്കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഓരോരുത്തർ അങ്ങനെ പോകാൻ തുടങ്ങിട്ടോ. കൂട്ടത്തിൽ ഞാനും അങ്ങ് ഇറങ്ങി. ആ ഫോട്ടോ ഞാനും. ഞമ്മക്കെന്നാ പിന്നെ കാണട്ടോ.